ഈ വിഷമം വരുമ്പം, ദേഷ്യം വരുമ്പം, ഇമോഷണൽ ആവുമ്പോൾ ശ്വാസം മുട്ടൽ വരുന്നത് അത് വെറും തോന്നലാണോ അതോ ശരിക്കും നമുക്ക് നമ്മുടെ ശ്വാസകോശം ടൈറ്റ് ആകുന്നതാണോ? എന്നാൽ അത് തോന്നൽ മാത്രമല്ല. ചില ആൾക്കാരിൽ ഈ വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ആൻസൈറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആകുമ്പോഴത്തേക്ക് ഒരു ന്യൂറോ റെസ്പിറേറ്ററി റിഫ്ലെക്സ് ഉണ്ടാകാം. അതായത് നമ്മുടെ ആ മനസ്സിൻ്റെ ഇത് കാരണം നമ്മുടെ ശ്വാസം വലിക്കുന്ന ശ്വാസകോശത്തിൻ്റെ സ്മൂത്ത് മസിൽ ടൈറ്റ് ആകുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ശ്വാസം മുട്ടലായിട്ട് തോന്നുന്നത്. ഇതൊരു തോന്നൽ മാത്രമല്ല. പ്രത്യേകിച്ച് ഒരു ആസ്മ അതൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് ചിലപ്പം കുറച്ച് ഓവറായിട്ട് തന്നെ വരാം. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ ശ്വാസം മുട്ടലപ്പോൾ നമുക്കൊരു ആശ്വാസം കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് നമുക്ക് ഇൻഹേലർ യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഈ ഇമോഷൻസ് മാനേജ് ചെയ്യാനുള്ള രീതിയിൽ കൂടെ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഹെൽപ്പ് തേടുക. അപ്പം പലപ്പോഴും പേഷ്യൻ്റെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് പറയും ഇതൊക്കെ തോന്നലാന്ന്. പക്ഷേ അങ്ങനല്ല. ഇമോഷൻസിനനുസരിച്ച് ബാധിക്കുന്ന ഒരു അവയവമാണ് ശ്വാസകോശം. അപ്പോൾ പ്രത്യേകിച്ച് ആസ്മ അലർജിയൊക്കെ ഉള്ള ആൾക്കാരിലാണെങ്കിൽ ഇമോഷണൽ ട്രിഗേഴ്സ്, അലർജി അല്ലാതെ ഏറ്റവും കൂടുതലായിട്ട് ശ്വാസം മുട്ടലുണ്ടാകാനുള്ളൊരു കാരണം ഇമോഷണൽ ട്രിഗേഴ്സാണ്. അത് വിഷമമാകാം, ദേഷ്യമാകാം, ആൻസൈറ്റി ആകാം, ഡിപ്രഷനും ആകാം. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ ഇൻഹേലർ എടുത്ത് ആ ബുദ്ധിമുട്ട് കൺട്രോൾ ചെയ്യുകയും പിന്നെ ഇങ്ങനെ വരുമ്പോൾ അതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം എന്നുള്ള രീതിയിലുള്ള സഹായങ്ങൾ തേടാവുന്നതാണ്.